beautiful people. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ആൻഡ് വെൽക്കം ടു അനദർ സ്റ്റഡി വ്ലോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ് ആണ് വില്യം വേർഡ്സ്വർത്തിൻ്റെ ക്രിറ്റിസിസത്തിലുള്ളത്. ഇത് ആക്ച്വലി ഞാൻ ഒന്ന് നോക്കി തുടങ്ങിയതാണ്, കണ്ടോ, കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനത് നിർത്തിവെച്ചു. കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ നോട്ട് എഴുതുന്ന കാണിച്ചു തരാം കേട്ടോ. എൻ്റെ നോട്ട് ബുക്ക് കുറച്ച് വലുതാണ്, എല്ലാതും ഇതിൽ തന്നെയാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ പേജ് രണ്ടാക്കി മടക്കി വെക്കും. അതിന് ശേഷം ഓരോ സൈഡിലും ഞാനിങ്ങനെ പോയിൻറ്റ്സ് ആക്കിയാണ് എഴുതാറ്. എൻ്റെ പോയിൻറ്റ്സ് ഞാൻ കുറച്ച് സെൻറ്റൻസ് ആക്കി ഞാൻ എഴുതും. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ നോട്ട് എഴുതുന്നത്. കാരണം കുഞ്ഞു കുഞ്ഞു പോയിൻറ്റ്സ് ആകുമ്പോൾ എനിക്ക് പിന്നീട് മനസ്സിലാവില്ല. സെൻറ്റൻസ് ആകുമ്പോൾ ഓക്കെ മനസ്സിലാവാറുണ്ട്. അപ്പോൾ ഞാൻ പ്രിഫേസ് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ആപ്പിൽ ഇത് 4 മണിക്കൂറിൻ്റെ ക്ലാസ്സാണ്. എന്തുകൊണ്ടാണ് 4 മണിക്കൂറെന്ന് മനസ്സിലായി. കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കി ഏതെങ്കിലും ക്ലാസ് പറ്റുന്നതുണ്ടോയെന്ന്. കുറേ ക്ലാസ്സസ് ഉണ്ട്. അതിൽ 2 ക്ലാസ്സസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഈ അൺഅക്കാഡമിയുടെ പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ്, ഇത് നെറ്റിൻ്റെ ഒക്കെ കോച്ചിങ്ങിന് അവർ കൊടുക്കുന്ന ക്ലാസ്സാണ്. അതും പിന്നീട് വേറൊരു ക്ലാസ് നിബൽ പോപ്പിൻ്റെ ഈ ഒരു ക്ലാസ്സാണ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് തുടങ്ങാം. അയ്യോ, എക്സാമിൻ്റെ ഡേറ്റ് വന്നല്ലോ. ഓഗസ്റ്റ് 20 ഇംഗ്ലീഷിൻ്റെ എക്സാം വരുന്നത്. ബാക്കിയുള്ള എക്സാമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവസാനമായ കാരണം ഒരു സമാധാനം. അങ്ങനെ ഞാൻ ലിറിക്കൽ ബാലഡ്സ് എങ്ങനെയൊക്കെയോ തീർത്തു. കുറച്ച് MCQൻ്റെ വീഡിയോസും കൂടി കണ്ട് അതൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ അത് ഞാൻ തീർത്തു. പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഫാൻ നോക്കി അങ്ങനെ കിടന്നു. എങ്ങനെയാണ് എക്സാം ആകുമ്പോഴേക്കും ഓരോന്നൊക്കെ ആലോചിച്ചിട്ടേ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഡൗട്ടൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കുറച്ച് മോട്ടിവേഷനൊക്കെ ഇങ്ങനെ കാണും. യൂട്യൂബിൽ റാങ്ക് കിട്ടിയവരുടെ ഇൻ്റർവ്യൂസും ഒക്കെ ഇരുന്ന് കാണുമ്പോൾ കുറച്ചൊരു സമാധാനമൊക്കെ കിട്ടും. So that's it everyone. I will see you in the next video. Bye.